ഇവ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ പറയുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു എന്നുള്ളതിന് രേഖകളില്ല, തെളിവുകളില്ല എന്നുള്ളതാണ്. അതായത് സ്വർണം കൊണ്ട് പൊതിഞ്ഞിട്ടേ ഇല്ല. സ്വർണം പൊതിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ സ്വർണം കവർച്ച ചെയ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് CPM നേതാക്കൾ മാത്രമല്ല, ഇതിലെ മുഴുവൻ പ്രതികളും രക്ഷപ്പെടും. അങ്ങനെ സ്വർണം പൊതിഞ്ഞിട്ടേ ഇല്ല എന്നൊരു വാദം ഉന്നയിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ 31 സന്നിധാനത്ത് നിന്ന് കണ്ടെത്തിയ രേഖകളില് ഇത് സ്വർണം പൊതിഞ്ഞതാണ് എന്ന് വ്യക്തമാക്കുന്ന, തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതികൾ ഉന്നയിക്കുന്ന മറ്റൊരു വാദം, തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്നല്ലാതെ പുറത്തു കൊണ്ടുപോകണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ പുതിയ പുതിയ ന്യായങ്ങളാണ്. CPM ഇടയ്ക്കിടയ്ക്ക് പുതിയ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നത് പോലെ പ്രതികളുടെ ഭാഗത്തു നിന്ന് ചില ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായത്തോടെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടണം. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏറ്റു എന്നതാണ് പാർട്ടിയുടെ നിലപാട്. അതിനുള്ള ശ്രമങ്ങളാണ്, കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.